കണ്ണൂർ വിഷൻ പടയൊരുക്കം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. ഇത്തവണ CPM കളത്തിലിറക്കിയിരിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഹാരായി രാജിനെയാണ്. KP സാജുവിനെ രംഗത്തിറക്കിക്കൊണ്ട് UDFും ശക്തമായ പ്രചരണ പ്രവർത്തന രംഗത്തുണ്ട്. NDA അവരുടെ യുവ നേതാവിനെയാണ് കളത്തിലിറക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നു. എന്താകും തലശ്ശേരിയുടെ അന്തിമ വിധി? എവിടെയും ചർച്ച ചെയ്യുന്ന വിഷയമാണ് തലശ്ശേരി. തലശ്ശേരിയുടെ ജനവിധി എന്താണെന്നറിയാനുള്ള ഒരു പടയൊരുക്കത്തിലാണ് കണ്ണൂർ വിഷൻ. കാണാം തലശ്ശേരി മണ്ഡലം. തലശ്ശേരിയിൽ UDF വോട്ട് ചോദിക്കുന്നത് മാറ്റത്തിനു വേണ്ടിയാണ്. സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ഒപ്പം ചേരലിൻ്റെ ഒരു വോട്ട്. അതാണ് KP സാജു വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. തലശ്ശേരിയും മാറും എന്ന് UDF ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത് ജനകീയനായ സ്ഥാനാർത്ഥിയുടെ കരുത്തിൽ കൂടിയാണ്. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ് KP സാജു. DCCയുടെ ജനറൽ സെക്രട്ടറിയും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ ചെയർമാനുമൊക്കെയായി ഈ നാട്ടിൽ ആളുകളുമായി ഏറെ ഇടപഴകി പ്രവർത്തിക്കുന്ന നേതാവ് കൂടിയാണ് KP സാജു. സ്ഥാനാർത്ഥിയെ നിർണയിക്കുമ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെയാണ് കോൺഗ്രസ് പ്രധാനമായും പരിശോധിച്ചിട്ടുണ്ടാവുക. അതിൽ KP സാജു വിജയിച്ചു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം ഈ നാടുമായി അത്രയേറെ ബന്ധമുണ്ട് KP സാജുവിന്. എന്തായാലും പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുകയാണ്. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ തലശ്ശേരിയിലും ഒരു മാറ്റത്തിൻ്റെ സൂചന കിട്ടുന്നുണ്ടോ? തീർച്ചയായും തലശ്ശേരി പൂർണ്ണമായി മാറുകയാണ്. തലശ്ശേരിയിൽ UDF ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കും. ഈ തകരാത്ത കോട്ടകളൊന്നുമില്ല എന്നാണ് എല്ലാ UDF നേതാക്കളൊക്കെ പറയുന്നത്. അത് തന്നെ തളിപ്പറമ്പിലെ കോട്ടയും തകരാൻ പോവുകയാണോ? എല്ലാ കോട്ടകളും തകരും. ഇനി ഒരു കോട്ട എന്ന് പറയാൻ ഒരു നിയോജക മണ്ഡലവും ഉണ്ടാകില്ല. ബംഗാളിലും ത്രിപുരയിലും എങ്ങനെയാണോ കോട്ടകൾ തകർന്നത്, അതേ രൂപത്തിൽ ഈ തലശ്ശേരി ഉൾപ്പെടെയുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ തകർച്ചയുടെ വക്കിലാണ്. എന്തൊക്കെയാണ് വോട്ടർമാരോട് എന്താണ് പറയുന്നത്? എന്തൊക്കെയാണ് ഈ തലശ്ശേരിയുടെ പ്രശ്നങ്ങൾ? രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. എനിക്ക് ഒരൊറ്റ മുഖമേ ഉള്ളൂ. ആ മുഖം എന്ന് പറയുന്നത് ചിരിക്കുന്ന മുഖമാണ്. ആളുകളോട് ചിരിക്കുകയും ഉള്ളിൽ കത്തിയുമായി നടക്കുന്ന ഒരു മുഖം എനിക്കില്ല. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ ആളുകളോട് പറയുന്നത്. ചേർത്ത് നിർത്തലിൻ്റെ രാഷ്ട്രീയമാണ്. തലശ്ശേരിക്ക് ഒരു പൈതൃകമായ സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്ന് പറയുന്നത് വലിയ വലിയ ആളുകളുടെ, ചന്തുമേനോൻ്റെയും സഞ്ജയൻ്റെയും ഊരാച്ചേരി ഗുരുക്കന്മാരുടെയും ഗുണ്ടർട്ടിൻ്റെയും ബ്രണ്ണൻ സാഹിബിൻ്റെയും ഒക്കെ ഓർമ്മകളാണ് തലശ്ശേരിയുടെ ചരിത്ര പാരമ്പര്യം. പക്ഷേ ആ പാരമ്പര്യമൊക്കെ മാറി ആളുകളിപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ തലശ്ശേരിക്കാരാണ് എന്ന് പറയുമ്പോൾ അവരറിയപ്പെടുന്നത് ഇത്തരം സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചൊന്നുമല്ല, മറിച്ച് ബോംബുണ്ടാക്കുന്നവൻ്റെ നാട്, കൊല്ലുന്നവൻ്റെ നാട് എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയം നമുക്ക് അവസാനിപ്പിക്കണം. സ്നേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനാണ് ഒരു വോട്ട്. രണ്ടാമത്തത് വികസനമാണ്. നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ്, തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചിട്ടുള്ളത് ഒരേ പാർട്ടിക്കാരാണ്, ഒറ്റ പാർട്ടിക്കാരാണ്. ആ പാർട്ടിക്കാരുടെ ജയിച്ചു പോയ ആളുകളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ടുണ്ട്, സ്പീക്കർ ഉണ്ടായിട്ടുണ്ട്. അത് അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളുകൾ കൈകാര്യം ചെയ്ത ആളുകളാണ്. പക്ഷേ അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകൾ ഉണ്ടായിട്ടും അവർക്ക് ഈ നാട്ടിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട ഞാൻ ഉയർത്തുന്ന ചോദ്യം.
ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, ചെറിയതാണ്, നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണ്. പക്ഷേ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് 10,000-കണക്കിന് ആളുകൾ ദിവസേന പോകുന്ന ഒരു സ്ഥലമാണ്. ആ പഴയ ബസ് സ്റ്റാൻഡിൽ ആളുകൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഒരു മൂത്രപ്പുര പോലും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് വികസനത്തിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. തലശ്ശേരി എന്ന് പറയുന്നത് രക്ഷിതാക്കൾ കുട്ടികളെ, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, പഴയ ചരിത്രം മുതൽ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കാൻ ഏറെ താല്പര്യമുള്ളവരാണ്. തലശ്ശേരി ആസ്ഥാനമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. തലശ്ശേരിയിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സ്ഥാപനം ഇവർ കൊണ്ടുവന്നിട്ടില്ല. കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ ഒരു സ്ഥാപനവും ഇവർ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു മാറ്റം വേണം. മാറ്റം എന്ന് പറയുന്നത് വികസനത്തിന്റെ മാറ്റമാണ്. രണ്ട് കാര്യമാണ് ഞാൻ പറയുന്നത്, ഒന്ന് സ്നേഹത്തിന്റെ രാഷ്ട്രീയം, മറ്റൊന്ന് വികസനത്തിന്റെ ഒരു വോട്ട്. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഞാൻ വോട്ട് പിടിക്കും. അനൗൺസ്മെന്റ് വാഹനത്തിൽ LDFന്റെ അനൗൺസ്മെന്റ് വാഹനം പോകുമ്പോൾ അതിലും പറയുന്നത് വികസനം തന്നെയാണ്. എല്ലാ വികസനത്തിന് വേണ്ടി വോട്ട് തന്നെയാണ് LDFും ചോദിക്കുന്നത്. അവരാണല്ലോ ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ അതാണ് പറഞ്ഞത്, ഈ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു തവണ മാറ്റി നിർത്തിയാൽ NE ബൽറാം ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കമ്മ്യൂണിസ്റ്റ് CPI കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ അത് നമ്മുടെ കൂടെ നിന്ന് മത്സരിച്ചു എന്നുള്ളതാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ച ആളുകൾ എന്ത് മാറ്റാണ് ഇവിടെ കൊണ്ടുവന്നുള്ളത്? ഇപ്പോഴും പറയുന്നത് മാറ്റത്തെക്കുറിച്ചാണ്. അവരാ മാറ്റം കൊണ്ടുവരണ്ടേ? ഇതുവരെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ഇനിയും മാറ്റുമെന്നാണ് പറയുന്നത്. അത് പൊള്ളയായ വാഗ്ദാനമാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് ആവർത്തിക്കുന്നതാണ്. ഈ തലശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചരിത്രം പരിശോധിച്ചാൽ 1957 മുതൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ആരും ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടില്ല. NE ബൽറാമിൻ്റെ കാര്യം, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നാൽ പോലും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ആ ഒരു പാരമ്പര്യമുള്ള മണ്ഡലത്തിൽ മാറ്റം വരണമെങ്കിൽ ആ കോട്ടകൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു വോട്ട് മറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു അടിയൊഴുക്ക് ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടോ? 100% അടിയൊഴുക്ക് വളരെ ശക്തമാണ്. ഘടകങ്ങൾ പലതാണ്. ജയം ഉറപ്പാണ്. അത്രയേ പറയാറുള്ളൂ. ഉറപ്പാണ് ജയം എന്ന് പറയുമ്പോൾ ഈ സർക്കാരിനെതിരായ ഒരു ജനവികാരം, അതാണോ UDF കൂടുതലായും പ്രതീക്ഷിക്കുന്നത്? അതും ഇതിൽ ഉൾപ്പെടും. അതായത് വിവിധങ്ങളായ ഘടകങ്ങൾ, സർക്കാരിനെതിരായുള്ള വിലയിരുത്തലുണ്ട്, ഈ നാടിൻ്റെ വികസനമുണ്ട്, മറ്റ് പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി എന്ന കോട്ട പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് BJP CPM ഡീലുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ തവണ തലശ്ശേരിയിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഇത്തവണ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഡീല് ഈ മണ്ഡലത്തിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? BJPക്ക് കുറച്ചധികം വോട്ടുള്ള മണ്ഡലം കൂടിയാണല്ലോ ഇത്. ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ അത്തരത്തിലുള്ള ഡീല് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കേരളത്തിൽ പൊതുവെയുണ്ട്. അത് തലശ്ശേരിയിലും സംഭവിക്കാവുന്നതാണ്. N ഷംസീറിനെ മാറ്റി മറ്റു പലർക്കും ഇളവ് നൽകിയപ്പോൾ ഷംസീറിന് ഒരു ഇളവ് CPM നൽകിയിട്ടില്ല. അത് ഈ തോൽവിയൊക്കെ ഭയന്നുകൊണ്ടുള്ള ഒരു ഒന്നാണ് എന്ന് സംശയിക്കാമോ നമുക്ക്? ആയിരിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ജനങ്ങൾ വികസനം കൊണ്ടുവരാത്ത ഒരാളെന്നുള്ള നിലയിലാണോ CPM ഇയാളെ കാണുന്നത് എന്നുള്ളതാണ്. ജനങ്ങളെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല. പാർട്ടി ഒരാളെ നിർത്തുന്നത് വിജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ ആയിരിക്കുമല്ലോ. പലർക്കും ഇളവ് കൊടുത്തപ്പോഴും ഷംസീറിന് ഇളവ് കൊടുത്തില്ല എന്നുള്ളത് പാർട്ടി അദ്ദേഹത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. തീർച്ചയായും അതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകം തന്നെയാണ്. എന്തായാലും തലശ്ശേരിയിൽ വിജയം ഉറപ്പാണ്. വിജയം 100% വിജയം ഉറപ്പ്. ഈ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരം എന്നുള്ള രീതിയിലാണ് കണ്ടത്. ഇത്തവണ അങ്ങനെയല്ല. അല്ല, ഒരിക്കലും അല്ല. ഇപ്രാവശ്യം ജയിക്കാനുള്ള മത്സരമാണ്. വോട്ടർമാരും ഒക്കെ നേരിൽ കണ്ടോ? പരമാവധി ആളുകൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്തായാലും ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും കാണാൻ സാധിക്കില്ല. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് സമയം കുറവാണ്. എന്നാലും പറ്റാവുന്ന പരമാവധി ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൽ കാണുക എന്നുള്ളതാണ്, വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത്. ഈ പരമ്പരാഗതമായി LDFനൊക്കെ വോട്ട് ചെയ്ത ആളുകളും ഈ ഒരു മാറ്റത്തിന്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായും അവരുടെ പ്രതികരണം വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത്. ഓരോരുത്തരും വ്യക്തിപരമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. എന്തായാലും കൺവെൻഷൻ പടയൊരുക്കത്തിനൊപ്പം UDF സ്ഥാനാർത്ഥി KP സാജുവാണ് ചേർന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് KP സാജു ഉള്ളത്.
മാറ്റമുണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരായ ജനവികാരം അത് പ്രകടമാണ് വോട്ടർമാരിൽ, അത് വോട്ടായി മാറും എന്ന് തന്നെയാണ് KP സാജുവിൻ്റെ അഭിപ്രായം. അതായത് വലിയ രീതിയിലുള്ള ഒരു അടിയൊഴുക്ക് സംഭവിക്കുന്നു, CPM-ന്റെ കോട്ടകളിൽ പോലും ആ അടിയൊഴുക്ക് സംഭവിക്കുന്നു, അത് തലശ്ശേരിയിലും വോട്ടായി മാറും എന്ന കാര്യം ഉറപ്പിച്ചു പറയുകയാണ് KP സാജു. അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് ആദ്യമായി ഒരു കോൺഗ്രസ് നേതാവ് ജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് KP സാജു കണ്ണൂർ വിഷൻ പടയൊരുക്കവുമായി സംസാരിച്ചിട്ടുള്ളത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തകർക്കൊപ്പം KP സാജു വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. വീട്ടമ്മമാരുടെ ഒരു അഭിപ്രായം എന്താ? UDF തന്നെ അധികാരത്തിൽ വരും. നല്ലൊരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത് UDF-ന്. എന്താണ് ഈ തലശ്ശേരിയൊക്കെ CPM-ന്റെ എപ്പോഴത്തെ ഒരു കോട്ട എന്നൊക്കെയാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ആ തലശ്ശേരിയൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഓ, തലശ്ശേരി എന്തായാലും മാറും, തീർച്ചയായും മാറും. എന്തുകൊണ്ട് മാറുന്നു? കലാപം തന്നെ ഇവിടുത്തെ കലാപം തന്നെ. കുറച്ചു കാലമായിട്ട് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതങ്ങ് വന്നോളല്ലോ. ഇവർ ഇലക്ഷൻ എടുത്തോണ്ടല്ലേ ഒന്നും ഇല്ലാത്തത്. ഇലക്ഷൻ വന്ന് ഇവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. നമ്മൾ ജയിച്ചാൽ ഉണ്ടാവില്ല, അവര് ജയിച്ചാൽ പിന്നെ പറയണ്ട. അതോ ഞങ്ങൾക്കറിയാം ഉണ്ടാവുന്നത്. ബാക്കി സർക്കാരിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് തൃപ്തികരമാണോ? വളരെ മോശമല്ലേ? മോശമാണ്. നമുക്ക് തൃപ്തിയില്ല. നമുക്ക് വിചാരിക്കുന്നത് നമുക്ക് കിട്ടണ്ടേ? അവരായിട്ട് ഓരോന്നോരോന്ന് ഉണ്ടാക്കി വെക്കുന്നില്ല. വിലക്കയറ്റം വില കുറയുമെന്ന് പറഞ്ഞ് വില ഒന്നിനും കുറഞ്ഞിട്ടില്ല, വില കൂടിയിട്ട് തന്നെയാണ് വേണ്ടത്. അത് തന്നെ മെയിൻ. നമ്മൾ ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങൾ തന്നെ, വീണ ജോർജിന്റെ കാര്യങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാണുള്ളത്. നമുക്ക് കോൺഗ്രസ് പ്രവർത്തകരാണല്ലോ, അപ്പൊ വീട്ടിലൊക്കെ പോയി ഇത്തരം കാര്യങ്ങളൊക്കെയാണോ വോട്ടർമാരോട് പറയുന്നത്? അതെ, അത് തന്നെയാണ് പറയുന്നത്. പറയുമ്പോ അവരുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? നല്ല രീതിയിലാണ് അവര് നമുക്ക് തന്നെ വോട്ട് ചെയ്യുന്നുള്ള രീതിയിൽ തന്നെയാണുള്ളത്. എന്തായാലും മാറ്റം വരണമെന്നുണ്ട്, അവർക്ക് തന്നെ ഒരു മാറ്റം വരണമെന്നുണ്ട്. അഭിപ്രായം നല്ല അഭിപ്രായം തന്നെ. UDF വരും. തലശ്ശേരിയിൽ ജയസാധ്യതയുണ്ടോ UDF? സാധ്യതയുണ്ട്, നല്ലോണം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ ഏത് സ്ഥാനാർത്ഥി തന്നെ കാരായ രാജനല്ലേ, പക്ഷേ അതൊരു കൊലയാളിയാണ് ശരിക്കും. ഒരു ഫസൽ വധക്കേസിൽ പ്രതിയല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാം ജനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ ഇങ്ങനെയാണല്ലേ വോട്ട് കൊടുക്കണമെന്ന്. UDF പ്രവർത്തകയാണല്ലോ, UDF പ്രവർത്തകയായി വീടുകളിലൊക്കെ പോയി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം ആ രീതിയിൽ തന്നെയാണോ വരുന്നത്? അങ്ങനെ തന്നെയാ വരുന്നത്. അവരെന്തായാലും പറയുന്നുണ്ട്, മാറ്റം തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും UDF വരും. എന്തുകൊണ്ട് UDF ജയിക്കണം എന്ന് പറയുന്നത്? നമുക്ക് നാട്ടിനൊരു വികസനം വേണം, അതിന് വേണ്ടിട്ട് വികസനം വേണം, അതിന് വേണ്ടിട്ട് KP സാജു ജയിക്കും. ജയിക്കും. തലശ്ശേരിയാണ്, KP സാജുവിന് വോട്ട് കിട്ടും. ഉറപ്പാണ്. അത് നിങ്ങൾ ഈ ആളുകൾ വീടുകളിലൊക്കെ പോയി പറയുമ്പോൾ ആളുകൾ അതനുസരിച്ച് പ്രതികരിക്കുന്നുണ്ടോ? ഉണ്ട്. വലിയ ആത്മവിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. എന്താകും തലശ്ശേരിയുടെ ജനവിധി? ഇതറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തുനിന്നേ പറ്റൂ. ആകാംക്ഷയുടെ മുൾമുനയിലാണ് നാട്. തലശ്ശേരി എന്തു വിധിയെഴുതും എന്നതിൻ്റെ ആകാംക്ഷ. തലശ്ശേരി മണ്ഡലവുമായി ബന്ധപ്പെട്ട പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മണ്ഡലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.